കട്ടപ്പന ബ്ലോക്ക് തല കേരളോത്സവം ഡിസംബർ 14-15 തീയതികളിൽ അണക്കര മോൺഫോർട്ട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. ജോൺ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കിടി റോഡ്, കട്ടപ്പന. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായിട്ടാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തപ്പെട്ട കേരളോത്സവത്തിൽ ബ്ലോക്ക് തലത്തിലേക്ക് മത്സരിക്കുന്നതിന് അർഹത നേടിയ യുവ പ്രതിഭകളാണ് ബ്ലോക്ക് തല കേരളോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് തല കേരളോത്സവം ഡിസംബർ 14-15 തീയതികളിൽ അണക്കര മോൺഫോർട്ട് സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. 6 പഞ്ചായത്തുകളിലായി ഇപ്പോൾ കേരളോത്സവം, പഞ്ചായത്ത് തല കേരളോത്സവം സംഘടിപ്പിച്ചു. അതിൽ നിന്ന് വിജയികളായി വരുന്ന ആളുകളെയാണ് ഓൺലൈനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കി 14-15 തീയതികളിൽ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വിജയികളാകുന്ന ഫസ്റ്റ് കിട്ടുന്ന ആളുകളെയാണ് ജില്ലാതല മത്സരത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിൽ മത്സരിക്കുന്നതിന് വേണ്ടി എത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കേരളോത്സവം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്ഘാടന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമം സതീഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട, മോൺഫോർട്ട് സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ ജോയി തെക്കേനാത്ത് തുടങ്ങിയവർ സംസാരിക്കും. ഈ മോൺഫോർട്ട് സ്കൂളിൽ വെച്ച് നടത്തുമ്പോൾ എല്ലാ മത്സരങ്ങളും 2 ദിവസത്തെ, അതായത് 14-15 തീയതികളിലെ എല്ലാ മത്സരങ്ങളും നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ വെച്ച് നടത്താൻ സാധിക്കും. ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള 6 പഞ്ചായത്തുകളുടെ രജിസ്ട്രേഷൻ ഇന്നോടുകൂടിയൊക്കെ നമുക്ക് ബ്ലോക്കിൽ ലഭിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് മത്സരങ്ങൾ എത്രയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊക്കെയാണ് ഈ വരുന്ന 14-15 തീയതികളിൽ 14-ാം തീയതി രാവിലെ 9 മണിക്കാണ് മോൺഫോർട്ട് സ്കൂളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വി.പി. ജോൺ തന്നെയാണ്. സമാപന സമ്മേളനം 15-ാം തീയതി വൈകിട്ട് 5 മണിയോടുകൂടി നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. മത്സര ഇനങ്ങൾ തീരുന്ന അനുസരിച്ച് നമ്മൾ സമാപനം നടത്തുന്നതായിരിക്കും. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനദാനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കുസുമം സതീഷ്, മനോജ് എം ഡി, ജലജ വിനോദ്, അന്നമ്മ ജോൺസൺ, സബിത ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബേബി രജനി എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ഏറ്റവും വിപുലമായ ഫർണിച്ചർ ഷോറൂം വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കുടി റോഡ്, ഇടുക്കി കവല. വീട് എന്നത് ഒരു സ്വപ്നമാണ്. ആ വീടിനെ മനോഹരമാക്കുന്നത് ഫർണിച്ചറുകളാണ്. വീടുകൾക്കും ഓഫീസുകൾക്കും അനുയോജ്യമായ എല്ലാവിധ ഫർണിച്ചറുകളുടെയും അതിവിപുല ശേഖരവുമായി വുഡ് ഫർണിച്ചറിന്റെ നവീകരിച്ച ഷോറൂം കട്ടപ്പന ഇടുക്കി കവല വെള്ളയാങ്കുടി റോഡിൽ സെന്റ് ജൂഡ് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന ക്വാളിറ്റിയിലും ഭംഗിയിലും എക്സ്പീരിയൻസ്ഡായ കാർപ്പന്റേഴ്സിന്റെ അതിവിദഗ്ധമായ കരവിരുതിൽ തീർത്ത ഫർണിച്ചറുകൾ ഇനി നിങ്ങളുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ചാരുത പകരും. വുഡ് ഫർണിച്ചർ, സെന്റ് ജൂഡ് സ്ക്വയർ, വെള്ളയങ്കിടി റോഡ്, കട്ടപ്പന.